ഇതൊരു ടൂർ വന്നേക്കണം. നമ്മൾ ഓട്ടോൻ്റെ കലറിൽ വെച്ചിട്ടില്ലേ, ഇവിടെ ഇത്ര നാൾ മുതൽ ഇത്ര നാൾ വരെ ഇവിടെ സന്ദർശിച്ചു, അത്രേ ഉള്ളൂ. ആ സന്ദർശനം ഗംഭീരമാക്കാം, ആളുകളെയൊക്കെ ഒന്ന് ചിരിപ്പിച്ച്. അതിന് ഞാൻ വിജയിച്ചിട്ടൊന്നും കുറേ ആളുകളെയൊക്കെ ചിരിപ്പിച്ച് ഒരാളെ ഞാൻ ദുഃഖിപ്പിച്ചിട്ടൊന്നും വിട്ടിട്ടൊന്നുമില്ല. ആരെയും അറിഞ്ഞുകൊണ്ട് ദ്രോഹിച്ചിട്ടില്ല. കാരണം ജീവിതം ഒന്നേ ഉള്ളൂ, അധികമൊന്നുമില്ല. അപ്പോൾ ഒരാളുടെ മനസ്സിലെങ്കിലും നനവ് കൊടുക്കാൻ പറ്റി, അതാണ് ഏറ്റവും വലിയ ജീവിതം. എന്തൊക്കെ തലകുത്തി നമ്മൾ പറഞ്ഞാലും ശരി, അവസാനം എന്താണെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടത്. അങ്ങനെ ആലോചിക്കാണ്ടിരിക്കണം ഏറ്റവും നല്ലത്. പണ്ടാര് പറഞ്ഞിട്ടുണ്ട്, എന്ന് ചിന്തിച്ചാലൊരു അന്തമില്ല, ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തൂല് എന്ന് പറഞ്ഞാൽ അതാണ് ജീവിതം, അത്രേ ഉള്ളൂ. നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഒരു ഉറുമ്പിനെ പോലും നമുക്ക് നോക്കാൻ പറ്റില്ല, ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ചുമ്മാതല്ല ബുദ്ധനൊക്കെ കൊട്ടാരം വിട്ട് പോയത്. അതിൽ ബുദ്ധിയില്ലാണ്ടല്ല, അവർ അവധൂതനെ പോലെ അലഞ്ഞിരുന്ന, അത്രേ ഉള്ളൂ. അതെ, മനസ്സിലായവർക്ക് ഇതാണ് ഇത്ര ഉള്ളു ജീവിതം എന്നുള്ളത് മനസ്സിലായവരാണ് ബുദ്ധിമാന്മാരും. അല്ലാണ്ട് അതൃപ്തിയാണോ? യശോദ രാജകുമാരനോട് ആ കിടപ്പറിൽ നിന്ന് എത്ര പ്രാവശ്യം അയാൾ ആലോചിച്ചാണ് അവിടെ കിടപ്പുറയിലിട്ട് ഒക്കെ ഒരു സുപ്രഭാതത്തിൽ ഇട്ടേച്ച് പോയല്ലേ വിളി ചെയ്തത്. ബുദ്ധനങ്ങനെ ഇട്ടേച്ച് പോയതില്ലെങ്കിൽ ആരെങ്കിലും തിരിച്ചറിയുമായിരുന്നു. ഒരു രാജാവായിട്ട് അവിടെ അവസാനിക്കേണ്ട ആളായിരുന്നു. അതല്ലേ ഞാൻ ബുദ്ധനെ ഞാൻ ഇത്ര എൻ്റെ ഓരോ മുക്കിലും മൂലയിലും ബുദ്ധനുണ്ട്. കാരണം തിരിച്ചറിഞ്ഞ സമയമാണ് ജീവിതത്തിൽ. അത് ഞാൻ ജീവിതത്തെ തിരിച്ചറിഞ്ഞ നിമിഷത്തിലാണ് ഞാൻ ബുദ്ധനെ ആരാധിക്കാൻ തുടങ്ങിയത്. ഞാൻ ശ്രീലങ്കയിലേക്കിട്ട് പോയിട്ട് ബുദ്ധമതത്തിൽ ചേരാൻ വേണ്ടി പോയതാണ്. പക്ഷേ ഞാൻ പിന്നെ ഞാൻ ആലോചിച്ചു, എന്തിനാണ് ഞാൻ ബുദ്ധമതത്തിൽ ചേരണം? കാരണം ബുദ്ധനെ ആരാധിക്കണമെങ്കിൽ ബുദ്ധമതത്തിൽ ചേരേണ്ട കാര്യമില്ല. മഹാത്മാഗാന്ധിനെ ആരാധിക്കണമെങ്കിൽ കോൺഗ്രസ്സുകാരനാകേണ്ട ആവശ്യമില്ല. ശ്രീനാരായണനെ ആരാധിക്കണമെങ്കിൽ SNDP ചേരേണ്ട ആവശ്യമില്ല. ഇവരൊക്കെ ആരാധിക്കാം. അപ്പോൾ അങ്ങനെ ആ ജീവിതത്തിൻ്റെ തിരിച്ചറിവ് വന്ന വേളയിലാണ് ഞാൻ ബുദ്ധനെ ആരാധിക്കാൻ തുടങ്ങിയത്. മനസ്സിലുണ്ട്. കാരണം അങ്ങനെയാണ് ദൈവം എന്ന് എനിക്ക് തോന്നി. കാരണം എല്ലാം ഇത്രക്ക് സുഖലോലുപരിയിൽ നിന്നിട്ട് വെറുതെ വിഷാദേഹിയായിട്ട് അലഞ്ഞിരുന്ന് കിടന്ന്. അപ്പോൾ ഇതാണ് ജീവിതം, അത്ര ഉള്ള ജീവിതം. ഞാനും മനസ്സിലാക്കിയ ജീവിതം അത്രേ ഉള്ളൂ. ഒരു പക്ഷെ മരണം മുന്നിൽ കാണുന്ന സമയത്ത് ആ തിരിച്ചറിവുണ്ടാവുള്ളൂ. അത് സത്യമാണ്. മരണം മുന്നിൽ കാണുന്ന സമയമുണ്ട്. ഞാൻ ഈ ദൈവങ്ങളില്ലേ, ഈ ദൈവദാസന്മാരെന്ന് പറഞ്ഞ കുറേ പേര് നടക്കുമല്ലോ. അവർ പ്രൊട്ടസ്റ്റൻ്റുകളുണ്ട്, ഹിന്ദു ആളുകളുണ്ട്, സന്യാസിമാരെ പോലെ നടക്കുന്ന ആളുകളുണ്ട്. ഇവരെയൊക്കെ ഞാൻ ഇൻ്റർവ്യൂ ഒരു സൗഹൃദ സംഭാഷണം ചെയ്തപ്പോൾ എല്ലാവരും ആത്മഹത്യ ചെയ്യാൻ പോകുന്ന വേളയിലാണ് ദൈവം പ്രത്യക്ഷപ്പെടുന്നത്. ഇവർ അതിൽ ഒരു സ്വാമിയായിട്ടൊരാളുണ്ട്. അപ്പോൾ സ്വാമി എൻ്റെ ഒരു വലിയ ഫ്രണ്ടായിരുന്നു. ഈ സ്വാമി കടമെല്ലാം കയറി വീട്ടിൽ ഭാര്യയും മക്കളെ കൂടി ഇരുന്ന് ചോറിൽ വിഷം കലർത്തി കഴിക്കാൻ സമയത്താണ് ദൈവം പ്രത്യക്ഷപ്പെടുന്നത്. ചോറ് കഴിക്കാം എന്നുള്ളത് സത്യമാണ്. ദൈവം പ്രത്യക്ഷപ്പെട്ടു, പറഞ്ഞു, നീ മരിക്കണ്ട, നീ എന്നെ കൊണ്ട് ജീവിച്ചോളാൻ പറഞ്ഞിട്ട് ദൈവം അവിടെ മടങ്ങിപ്പോയിരിക്കുന്നത്. അപ്പോൾ ദൈവം പ്രത്യക്ഷം അവിടെ ഇരുന്നു. ഗോപാൽജി എന്ന് പറഞ്ഞ ഒരു ക്രിസ്ത്യൻ പാസ്റ്റർ ഈ പാസ്റ്റർ കടമെല്ലാം കയറി കടലിലേക്ക് ആത്മഹത്യ ചെയ്യാൻ പോയപ്പോഴാണ് ജീസസ് ക്രൈസ്റ്റ് വന്നിട്ട് കൈപിടിച്ചിട്ട് കരയ്ക്ക് കയറുന്നത്. അപ്പം മരണത്തിന് തൊട്ട് മുമ്പുള്ള നിമിഷം അവിടെ വെച്ചാണ് ഓരോരുത്തർ ഈ ദൈവ ഇതായിട്ട് മാറുന്നത്. ഏത് ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരായിട്ട് ഈ സ്വാമി മാറിയതും ഗോപാൽജി ദൈവത്തിൻ്റെ സുവിശേഷകനായിട്ട് മാറുന്നത് മരണത്തിന് തൊട്ട് മുമ്പ് വെച്ചാണ്. അവിടെ വെച്ച് നമ്മൾ ദൈവത്തെ കാണും. ദൈവം എന്ന് വെച്ചാൽ ജീവിതമാണ്. ഇവന് മരിക്കാനായിട്ട് സൗകര്യമില്ല. മരിക്കാനായിട്ട് സൗകര്യമില്ലാത്ത ആ
ആ പ്രതിഭാസമാണ് ദൈവമായിട്ട് കാണുന്നത്. ഇവനിനിയും ജീവിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ അത് തോന്നിപ്പിച്ച് ഇവൻ ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ് ഉണ്ടായത്. അതേപോലെ ഞാനും ഒരു മരണം, ഞാൻ വയ്യാണ്ട് കിടക്കുന്ന സമയത്ത്, ICU കിടക്കുന്ന സമയത്ത് ചുറ്റിലും ഒരുപാട് പേഷ്യൻ്റ്. അപ്പോൾ എനിക്ക് വലിയ അസുഖങ്ങളൊന്നുമില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 2 ദിവസം കിടക്കുക ഇവിടെ, കാരണം ഇതിൽ ട്രീറ്റ്മെൻറ്റ് കിട്ടും. അതിനാണ് 2 ദിവസം കൊണ്ട് പോരാ, മറ്റാകുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും എന്ന് വെച്ച് ഞാൻ കിടക്കണം. കിടന്ന് തൊട്ടപ്പുറത്തിടുന്ന ആൾ മരിച്ചു. ഇപ്പോൾ പട്ടക്കം പൊട്ടണവരും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കണ്ടുകൊണ്ടിരിക്കുക, എന്താ അവരുടെ ബന്ധുക്കളെ വന്ന് പോകുന്നത്, അമ്മയെ കൊണ്ട്. ഇതൊക്കെ അറേഞ്ച്ഡാണ്. നോക്കുക ICUവിൽ ഇയാളൊക്കെ എടുക്കുമ്പോൾ ഇവർ ഇതെല്ലാം സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ബന്ധുക്കൾ ഒന്ന് കാണിക്കുന്നു, അസുഖം കൂടുതലാണ്. അപ്പോൾ നേഴ്സുമാരായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബന്ധുക്കൾ വരുമ്പോൾ ഞാൻ എൻ്റെ റൂമല്ലല്ലോ, മറ്റേ കട്ടനിട്ട് അതിലേക്ക് കയറും. ബന്ധുക്കൾ വന്നിട്ട് കാണും. അപ്പോൾ ഒരു അമ്മ വന്നിട്ട് ചോദിക്കണം, അങ്കമാലി ആ സൈഡിലുള്ള, എൻ്റെ മോനെ വേറെ ഒരിടത്തും കൊണ്ട് രക്ഷപ്പെടുത്തുമോ? കരച്ചിൽ. എനിക്ക് തന്നെ സങ്കടം തോന്നി. ആ വയസ്സായ ഒരു സ്ത്രീയാണ്. അവരുടെ തീരാറായി, കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് 10 മിനിറ്റിനുള്ളിൽ ഇയാൾ മരിച്ചു എന്നുള്ള റിപ്പോർട്ടാണ് വന്നത്. മരിച്ചു. ഇതെല്ലാം അറേഞ്ച്ഡ് ആയിട്ടാണ് നമ്മൾ ഈ ICUവിൽ കെടുത്തിയിട്ട് ആരും എഴുതിയ സ്ക്രിപ്റ്റ് പോലെയാണ്. ഒരു 15 മിനിറ്റിന് മുമ്പ് വിളിച്ച് പറയുന്നു അസുഖം കൂടുതലാണ്, കാണുന്നവർക്ക് ഒന്ന് കാണാൻ 10 മിനിറ്റ് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ചോദിച്ചു, രക്ഷപ്പെടില്ല, ആൾ രക്ഷപ്പെടില്ല. അങ്ങനെ പടക്കം പൊട്ടണ അടുത്തത് എൻ്റെ തൊട്ടടുത്ത് ഇതിലേക്ക് വരാൻ അധികം സമയം വേണ്ട. അന്ന് എനിക്ക് മനസ്സിലായി, ജീവിതം ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്തൊക്കെ നാഷണൽ അവാർഡ് വാങ്ങിച്ചാലും എന്തൊക്കെ ഓസ്കാർ വാങ്ങിച്ചാലും ശരി, ജീവിതം ഒരു ICU തീരുന്ന ആ 3 വർഷത്തിൽ തീരുന്നേ ഉള്ളൂ. ആ ഞാൻ എന്ത് അഹങ്കരിക്കാനും, ആ ഞാൻ എന്ത് തൃപ്തിയോട് ജീവിക്കാനും, എന്ത് തൃപ്തി ഉണ്ടാകും? അതാണ് ചിന്തിക്കാതിരിക്കുക, നന്മ ചെയ്യുക, ഒരാളെ ദ്രോഹിക്കാതിരിക്കുക. അത്ര ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്കിപ്പോൾ ഒരാളെ മാനസികമായിട്ട് ദ്രോഹിക്കാതിരിക്കുക. അതാണ് ജീവിതം എന്നെ പഠിപ്പിച്ച പാഠം. അതാണ്, ഇത്ര ഉള്ളൂ ജീവിതം. അപ്പോൾ ഇതൊരു ടൂർ വന്നേക്കണം. നമ്മൾ ഓട്ടോൻ്റെ കലറിൽ വെച്ചിട്ടില്ലേ, ഇവിടെ ഇത്ര നാൾ മുതൽ ഇത്ര നാൾ വരെ ഇവിടെ സന്ദർശിച്ചു, അത്രേ ഉള്ളൂ. ആ സന്ദർശനം ഗംഭീരമാക്കാം, ആളുകളെയൊക്കെ ഒന്ന് ചിരിപ്പിച്ച്. അതിന് ഞാൻ വിജയിച്ചിട്ടൊന്നും കുറേ ആളുകളെയൊക്കെ ചിരിപ്പിച്ച് ഒരാൾ ഞാൻ ദുഃഖിപ്പിച്ചിട്ടൊന്നും വിട്ടിട്ടൊന്നുമില്ല. അതുമാത്രമുള്ള ഏക സന്തോഷം എന്ന് വെച്ചാൽ ആകെ ആരെയും അറിഞ്ഞുകൊണ്ട് ദ്രോഹിച്ചിട്ടില്ല. ഇനി ദ്രോഹിക്കുകയില്ല, ഇനി ഒട്ടും ദ്രോഹിക്കുകയില്ല. അറിഞ്ഞുകൊണ്ട്, അറിയാതെ വല്ലതും പറ്റിപ്പോയാൽ മാത്രം ഇനി ഒട്ടും ദ്രോഹിക്കുകയില്ല. കാരണം ഒരു തിരിച്ചറിവിൻ്റെ പാത എത്തിയിട്ടുണ്ട്. എൻ്റെ മക്കളോടും പറഞ്ഞാൽ ഒരാളും വിട്ടിച്ച് ജീവിക്കരുത്. കാരണം ജീവിതം ഒന്നേ ഉള്ളൂ, അധികമൊന്നുമില്ല. അപ്പോൾ ഒരാളുടെ മനസ്സിലെങ്കിലും നനവ് കൊടുക്കാൻ പറ്റി, അതാണ് ഏറ്റവും വലിയ ജീവിതം.